എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഴലപ്പമാണ്. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അരമുറി തേങ്ങ, ഒരു ടീസ്പൂൺ നല്ല ജീരകം, ഒരു 4-5 വെളുത്തുള്ളി, 4-5 ചുവന്നുള്ളി. ഇത് കൂടിയിട്ട് അരച്ചിട്ട് വരാം. ഇപ്പോൾ ഇത് അരച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രം വെച്ച് സ്റ്റവ് കത്തിച്ച് ഒരു ചീനച്ചട്ടി വയ്ക്കുക. അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ കപ്പിന് 3 കപ്പ് വെള്ളം. ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ അരച്ച് വന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ആ കപ്പിന് 3 കപ്പ് അരിയാണ് എടുത്തുള്ളത്, വെള്ളമാണ് ഒഴിച്ചുള്ളത്. അതുകൊണ്ട് 2 കപ്പ് അരിപ്പൊടി, നല്ല നൈസായിട്ട് പൊടിച്ച അരിപ്പൊടി. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അത് ഇട്ടെടുക്കും. ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് പൊടി വാട്ടിയെടുക്കാണ്ട്. അത് അരച്ചതൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം തിളച്ച് വന്നിട്ട് അതിലേക്ക് നമുക്ക് പൊടി വാട്ടാൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് 2 കപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീയൊന്ന് ചെറുതാക്കി ഇട്ടിട്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. പത്തിരിക്ക് കുഴക്കണ പോലെ നന്നായി കുഴച്ച് പാകമാക്കിയിട്ട് വരണം. വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ചുവന്നുള്ളിയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇറക്കി വയ്ക്കുക. അത് നന്നായി കുഴയ്ക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് എള്ള് കഴുകി വരച്ചതാണ്. കുറച്ച് എള്ളിട്ട് കൊടുക്കാം. കറുത്ത എള്ള്. നല്ല ചൂടാണ്. ചൂടൊന്ന് ആറുന്ന വരെ കയ്യിലുകൊണ്ട് ഇങ്ങനെ അയറ്റി വെക്കാം.
ഇപ്പോൾ ചൂടൊക്കെ ആറി പൊടി വാട്ടിയത് ഇപ്പോൾ നന്നായി കുഴച്ചെടുക്കണം. പത്തിരിക്ക് കുഴക്കണ പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഇത് നമുക്ക് ഇതുണ്ടാക്കാൻ നോക്കാം. ഇതിങ്ങനെ ചുരുട്ടിയെടുക്കണം വിരലുമ്മ വെച്ചിട്ട്. ഇനി ഇതുപോലെ എല്ലാതും ഉണ്ടാക്കിയിട്ട് കാണാം. ഉണ്ടാക്കിയിട്ട് വരട്ടെ. സ്റ്റവ് കത്തിച്ചിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഇത് ചീഞ്ചട്ടി ചൂടായി വന്നിട്ട് നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണയോ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ അത് നന്നായി ചൂടായിട്ട് വരട്ടെ. നമുക്ക് ഉണ്ടാക്കുന്നത് കാണിക്കാം. ഇത്ര പരത്തിയെടുത്തുണ്ട്. ഇനി നമുക്കത് എണ്ണയിലിട്ട് കൊടുക്കാം. ഇത് മൂത്ത് വരട്ടെ. നമുക്ക് പരത്തിയിട്ട് കയ്യിൻ്റെ വിരലുമ്മ വെച്ചിട്ടുണ്ടാക്കാം. ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടുണ്ടാക്കാം. ചപ്പാത്തി പ്രസ്സിൽ വയ്ക്കുമ്പോഴാണ് നല്ല എളുപ്പം തോന്നുന്നത്. നല്ല എളുപ്പമാണ്. ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. ചപ്പാത്തി പ്രസ്സിലാണ്ട് പരത്തിയിട്ട് ഇതുപോലെ ചുരുട്ടി അയിമെന്ന് തന്നെ ചുരുട്ടിയെടുക്കുക. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. നല്ല മുരിഞ്ഞിന് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല രുചിയുണ്ട്.
അപ്പോൾ അതെല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്ത് നോക്കുക. കടയിൽ നിന്ന് മേടിക്കാനായിട്ട് നല്ലതല്ലേ, നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കുക. കടയിൽ നിന്ന് പഴയ എണ്ണയിൽ പിന്നെയും ഉണ്ടാക്കുകയാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ നമ്മൾ അപ്പളേക്കപ്പം ഉണ്ടാക്കി കൊടുക്കുക വെച്ചെങ്കിൽ അവർക്ക് നല്ലതാണ്. ഇത് 2 കപ്പ് പൊടി കൊണ്ട് കുറേ ഉണ്ടാക്കാം. നമുക്ക് വീട്ടിൽ എല്ലാവർക്കും കഴിക്കാൻ ഒക്കെ കിട്ടും. മറ്റേത് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എന്താണ് ഒരു പാക്കറ്റ് അതിന് വില. അപ്പോൾ നിങ്ങളിതൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കുക. നിങ്ങൾ ഇത് വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് പോവരുത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ ആൾക്കാർ കണ്ടിട്ട് മാത്രം പോകുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.